ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വേഡ്. ഇറ്റ്സ് മീ ശരണ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുർത്തിയുടെ സൈസ് ചാർട്ടാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽ 4XL വരെയുള്ള സൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള അളവുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരമാവും. അതായത് നമുക്ക് ഈ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോളിൽ മീഡിയത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര അളവ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത്, നെക്ക് ഹൈറ്റ്, ഷോൾഡർ, ചെസ്റ്റ് വിഡ്ത്ത്, വേസ്റ്റ് വിഡ്ത്ത്, ഹിപ്പ് വിഡ്ത്ത്, അങ്ങനെ എല്ലാ അളവുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എക്സ്ട്രാ സ്മോളിൻ്റെ നോക്കാം. എക്സ്ട്രാ സ്മോൾ ആകുമ്പോഴത്തേക്കും നമുക്കൊരു നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചൊക്കെ മതിയാകും. ഇതെല്ലാം ഞാൻ ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എത്ര ഹൈറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ചില ഡ്രസ്സിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ മിനിമമായിട്ട് എടുക്കുന്ന ഒരു സാധാരണ രീതിയിൽ എടുക്കുന്ന അളവുകളാണ് ഞാനിവിടെ പറയുന്നത്. 5 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് മതിയാകും. അപ്പോൾ അവിടെ എക്സ്ട്രാ സ്മോൾ ആകുമ്പോൾ അതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 32 ആണ്. വേസ്റ്റ് വിഡ്ത്ത് 28 ആണ്. ഹിപ്പ് വിഡ്ത്ത് 36. ഷോൾഡർ ടു വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഷോൾഡർ ടു ഹിപ്പ് ലെന്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഈ അളവുകൾക്കൊന്നും ഞാൻ സീം എലവൻസ് ഇട്ടിട്ടുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചെസ്റ്റ് എടുക്കുന്ന സമയത്തും വേസ്റ്റ് ഹിപ്പ് അതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സീം എലവൻസും കൂടെ ഇൻക്ലൂഡ് ആക്കണം. അപ്പോൾ നമുക്ക് ആം ഹോൾ 5.5 വരുന്നു. ബോട്ടം വിഡ്ത്ത്, അതായത് ഒരു സ്ലിറ്റഡ് കുർത്തിയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. ഫുൾ ലെന്ത് 40 ടു 42 വരെയൊക്കെ ആവാം. അപ്പോൾ ഇതാണ് എക്സ്ട്രാ സ്മോളിൻ്റെ സൈസുകൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സീം അലവൻസും കൂടെ ആഡ് ചെയ്യണം. ഇത് ഞാൻ ആഡ് ചെയ്യാത്തുള്ള അളവുകളാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്ക് ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് മോഡൽ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ സ്മോൾ ആകുമ്പോൾ അതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 30 ആണ്. ഹിപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 38 ആണ്. ഷോൾഡർ ടു വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 17.5. ആം ഹോൾ 6 ഇഞ്ചാണ് വരുന്നത്. ബോട്ടം വിഡ്ത്ത് 21 ഇഞ്ചാണ്. നമുക്ക് അതിൻ്റെ ഫുൾ ലെന്ത് എടുക്കാനുള്ളതെന്ന് പറയുന്നത് 42 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് നിങ്ങൾ ആവശ്യക്കാർ എവിടെയെങ്കിലും ബുക്കിലോ എന്തെങ്കിലുമൊക്കെ വരച്ച് ഇതേപോലെ ഒരു ടേബിൾ പോലെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങണം, സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു സൈസ് ചാർട്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. അതായത് അത് എത്രയാണ് അതിൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നതെന്നും വേസ്റ്റ് എത്രയൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളതും കൂടെ കൊടുത്തേക്കണം. മറ്റൊന്നിനുമല്ല, എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഇങ്ങനെ സൈസ് ചാർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ 1 ഇഞ്ച് 2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഷോപ്പിൽ നിന്നായാലും ഒരേ സൈസ്, ഇപ്പോൾ മീഡിയം വാങ്ങുന്നവർ തന്നെ ചിലപ്പോൾ മീഡിയം വാങ്ങുമ്പോഴത്തേക്കും അവർക്കത് ഫിറ്റ് ആയിരിക്കും. പക്ഷെ വേറെ ഷോപ്പിൽ നിന്ന് വേറെ മീഡിയം വാങ്ങിച്ചപ്പോഴത്തേക്കും അത് ലൂസായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ വരുന്ന അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ സൈസ് ചാർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സൈസും അതുപോലെ വേസ്റ്റ് സൈസൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് സൈസ് വേണമെന്നുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ആക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മീഡിയത്തിൻ്റെയും ലാർജിൻ്റെയൊക്കെ ഇവിടെ സൈസുകൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ ഇതേപോലെ നോട്ടിലൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നോക്കാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഡ്രസ്സ് തയ്ക്കാൻ അറിയാം, പക്ഷേ എങ്ങനെ അളവെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടിലിരിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയണം. അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ വേസ്റ്റ് വിഡ്ത്ത് എന്താണ്, ഹിപ്പ് വിഡ്ത്ത് അതൊക്കെ എന്താണെന്നൊക്കെ ഉള്ള ഡൗട്ടുള്ളവർ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മീഡിയം, ലാർജ്, XL, ഇപ്പോൾ XXL ആണ് കേട്ടോ എഴുതുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. നെക്ക് ഹൈറ്റ് നമുക്ക് 6 കൊടുക്കാം. ഷോൾഡർ ഒരു 7.5 ഒക്കെ മതിയാകും. ചെസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ആണ്.
അതുപോലെ തന്നെ വെയ്സ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. ഹിപ്പ് വിഡ്ത്ത് 46 ആണ്. ഷോൾഡർ ടു വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 15.5 ആണ്. ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് 21 ഇഞ്ച്. അടുത്തത് ആം ഹോൾ എന്ന് പറയുന്നത് 7.4 മതിയാകും. അടുത്തത് ബോട്ടം വിഡ്ത്ത് ഒരു 25 മതി വേണം. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് 48 to 50 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു സൈസ് ചാർട്ടാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് XXL ആണ്. അപ്പോൾ നെക്ക് വിഡ്ത്ത് 3 തന്നെയാണ്. നെക്ക് ഹൈറ്റ് 6, ഷോൾഡർ 8 ഇഞ്ച്, ചെസ്റ്റ് വിഡ്ത്ത് 44 ഒക്കെ വരുന്നവരാണ്. വെയ്സ്റ്റ് വിഡ്ത്ത് 42 ആണ്. ഹിപ്പ് വിഡ്ത്ത് 48. ഷോൾഡർ ടു വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16 ആണ്. അടുത്തത് 22 വരുന്നു. പിന്നെ ആം ഹോൾ 8, ബോട്ടം വിഡ്ത്ത് 26, ഫുൾ ലെങ്ത് 50 to 52 ഇഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തത് 4XL ആണ്. അപ്പോൾ ഇതുപോലെ നൈറ്റിക്കും ഇതേപോലെ ഉള്ള ഒരു കാൽക്കുലേഷൻ ചാർട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ സൈസ് ചാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഷോൾഡർ ടു വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16.5 ഇഞ്ചസ് വരുന്നുണ്ട്. ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 23 ആണ്. ആം ഹോൾ എന്ന് പറയുന്നത് ഒരു 8.4 വരുന്നുണ്ട്. ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 27 or 28 ഒക്കെ എടുക്കാം നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ലെങ്തുമാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു സബ്ജക്റ്റുമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.